ഇരുമെയ്യാണെങ്കിലും ഒറ്റ മനസ്സായി കഴിയുന്ന രണ്ടു പേരുണ്ട് തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ. നാട്ടുകാർ ഇവരെ ചേട്ടൻ ബാബ, അനിയൻ ബാബ എന്ന് വിളിക്കും. വടക്കാഞ്ചേരി ചാലിക്കുന്ന് കോളനിയിൽ പാലിയത്ത് പറമ്പിൽ തങ്കമ്മയുടെയും കുഞ്ഞുണിയുടെയും മക്കളായ ദീപനും ദിനേശനുമാണ് ഊണിലും ഉറക്കത്തിലും ഒരുമിച്ച് കഴിയുന്നത്. ഇവർ ഒരുമിച്ചല്ലാതെ ഒരു കാര്യവുമില്ല. മാതാപിതാക്കൾ മരിക്കും മുമ്പ് ഇവരോട് പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരിക്കലും വേർപിരിഞ്ഞ് ജീവിക്കരുത്. ആ വാക്കുകൾ മനസ്സിൽ കുറിച്ചിട്ട് ഇവർ ഇതുവരെ വേർപിരിഞ്ഞ് ജീവിച്ചിട്ടില്ല. അച്ഛനമ്മയുടെ ആഗ്രഹമാണ് മരണം വരെ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം, വഴക്കൂടാണ്ട് തല്ലുകൂടാണ്ടൊക്കെ പിരിഞ്ഞ് പോകാണ്ട് നോക്കണം, നല്ല രീതിയിൽ പോകണം എന്നൊക്കെ അവരുടെ ആഗ്രഹമാണ്. അങ്ങനെ ഒരുമിച്ച് തന്നെയാണ് ഇത്ര കാലയും ആയിട്ട്, അങ്ങനെ ഒരുമിച്ച് തന്നെയാണ്, കൂട്ടുകുടുംബമാണ്. ഒന്നിച്ച് വഴക്കും വക്കാണും കാര്യമൊന്നുമില്ലാതെ ജീവിച്ച് പോകണം. അങ്ങനെ ഒരു ചേട്ടനനുജന്മാരെ അവിടെ കാണാൻ തന്നെ ഭൂമിയിൽ വളരെ കുറവാണ്. അങ്ങനെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ജീവിച്ചു പോകുന്നു. രണ്ടു പേർക്കും 50 വയസ്സ് പിന്നിട്ടു. ജീവിക്കാൻ വേണ്ടി പെയിന്റിംഗ് പണി തിരഞ്ഞെടുത്തു. എല്ലാ ദിവസവും പണി ലഭിക്കാറില്ല. പണിയില്ലാത്ത ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. അച്ഛനും അമ്മയും വിട പറഞ്ഞപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട അനുഭവമുണ്ടായി. പർളിക്കാട് തച്ചാനത്ത് കാവി ദേവി സന്നിധിയിലെ ഭാഗവത സത്ര സമാരംഭത്തിലായിരുന്നു മാതാപിതാക്കളുടെ വേർപാട്. സത്രവേദിയിലെ മുഴുവൻ സമയ ധർമ്മസേവകരായി പ്രവർത്തിച്ചതോടെ ഈശ്വരനിലേക്ക് രണ്ടുപേരും എടുത്തു. ജീവിതത്തിൽ ഒരു പൈസ പോലും നീക്കിയിരിപ്പില്ലാത്ത ഇവർ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് കരുതി എംപ്ലോയ്മെന്റിൽ പേർ രജിസ്റ്റർ ചെയ്ത് കാത്തിരുന്നു. എന്നാൽ ഇതുവരെയും ഒരു കാർഡ് പോലും ലഭിച്ചില്ല. OBC പെരുങ്കൊല്ലൻ വിഭാഗത്തിൽപ്പെട്ടവരായിട്ട് പോലും ഇവരെ സർക്കാർ അവഗണിച്ചു. രാജസേനന്റെ സിനിമയിലെ നരേന്ദ്രപ്രസാദിന്റെ കുട്ടൻ ബാബയും രാജബി ദേവിന്റെ കുഞ്ഞൻ ബാബയും സ്വയം അധ്വാനിച്ച് ജീവിതം കരുപ്പിടിപ്പിച്ചതുപോലെ ഒരു നല്ല കാലം മുന്നിൽ കണ്ട് ജീവിതം തള്ളി നീക്കുകയാണ് ദീപനും ദിനേശും.